ക്ഷാമ ആശ്വാസ പരിഷ്കരണ കുടിശ്ശിക അടിയന്തരമായിട്ട് നൽകണമെന്ന് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ വിധി. ഈ മാസം 22-നാണ് പെൻഷൻകാർക്ക് ആശ്വാസമായിട്ടുള്ള വിധി ഉണ്ടായത്. പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷാമ ആശ്വാസ പരിഷ്കരണത്തിൻ്റെ 3-4 ഗഡുക്കളാണ് പെൻഷൻകാർക്ക് കുടിശ്ശികയായത്. ക്ഷാമ ആശ്വാസ പരിഷ്കരണത്തിൻ്റെ 2 ഗഡു ലഭിക്കാത്തത് മൂലം പെൻഷൻകാർക്ക് നഷ്ടം 25,000 രൂപ മുതൽ 1,00,000 രൂപ വരെയാണ്. അടിസ്ഥാന പെൻഷൻ്റെ തോത് അനുസരിച്ച് നഷ്ടത്തിൻ്റെ അളവ് വ്യത്യാസം വരും. 11-ാം പെൻഷൻ പരിഷ്കരണത്തിൻ്റെ കുടിശ്ശികകൾ 4 ഗഡുക്കളായിട്ട് നൽകുമെന്നായിരുന്നു 2021 ഉത്തരവിറക്കിയത്. ആദ്യ 2 ഗഡുക്കൾ ഉത്തരവിൽ പറഞ്ഞിരുന്നതിൽ പോലെ നൽകിയെങ്കിലും 3-4 ഗഡുക്കൾ വൈകി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എതിരായതിനു ശേഷമാണ് 3-ാം ഗഡു നൽകിയത്. 3-ാം ഗഡു നൽകിയതിനോടൊപ്പം അതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കേണ്ട ക്ഷാമ പരിഷ്കരണ കുടിശ്ശികയുടെ 3-ാം ഗഡു നൽകിയില്ല. ബജറ്റിൽ 4-ാം ഗഡു കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതനുസരിച്ച് ഫെബ്രുവരിയിൽ 4-ാം ഗഡു അനുവദിച്ചു. പക്ഷേ 4-ാം ഗഡുവിൻ്റെ ഭാഗമായിട്ട് ലഭിക്കേണ്ട ക്ഷാമ ആശ്വാസ പരിഷ്കരണ കുടിശ്ശികയുടെ 4-ാം ഗഡുവും ലഭിച്ചില്ല. ഈ സാമ്പത്തിക വർഷം ഇത് കൊടുക്കുമെന്നാണ് ബജറ്റിൽ പ്രഖ്യാപനവും ഉണ്ടായില്ല. അടുത്ത സർക്കാരിൻ്റെ ചുമലിലേക്ക് ഈ ഉത്തരവാദിത്വം കൂടി എത്തിച്ച് കൈകഴുകുകയാണ് സർക്കാർ ചെയ്യുന്നത്. അതിനിടയിൽ പെൻഷൻകാർക്ക് ആശ്വാസമാവുകയാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ വിധി. സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചു എന്നത് ഉണ്ടെങ്കിലും പല പെൻഷൻകാരുടെയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട അവസ്ഥയിലല്ല ഉള്ളത്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും വാർദ്ധക്യ സഹജമായിട്ടുള്ള അസുഖങ്ങൾ മൂലവും കഷ്ടത അനുഭവിക്കുന്നവരാണ് പെൻഷൻകാരിൽ ഏറിയ പങ്കും. കാലാനുസൃതമായിട്ട് ഇവരുടെ പെൻഷനിൽ വർധനവ് വരാത്തത് പലരുടെയും ജീവിത സാഹചര്യങ്ങളെ പ്രതികൂലമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ ദുർബലരും കഷ്ടത അനുഭവിക്കുന്നവരുമായിട്ടുള്ള ഈ വിഭാഗങ്ങളെ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ടെങ്കിലും എലൈറ്റ് വിഭാഗമായിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ, പെൻഷൻകാർ, അതുപോലെ തന്നെ ജുഡീഷ്യൽ ഓഫീസർമാർ, PSC അംഗങ്ങൾ എന്നിവർക്ക് യാതൊരുവിധ സാമ്പത്തിക കുടിശ്ശികയും വരുത്താതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നുമുണ്ട്. ഒരേ തരം ജോലി ചെയ്യുന്നവർക്ക് വ്യത്യസ്ത പന്തിയിൽ വിവേചനപരമായിട്ടുള്ള ഊണ് വിളമ്പുന്ന രീതിയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്.